മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകൾ വളരെ പ്രാധാന്യമുള്ളതും പ്രത്യേകതയുള്ളതുമാണ്. പോപ്പ് ഫ്രാൻസിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് അല്പം കൂടി ലളിതമാകുന്നുണ്ട്. അതിൻ്റെ മുൻകാലങ്ങളിലെ ചടങ്ങുകളിൽ നിന്നൊക്കെ അല്പം കൂടി അത് ലളിതമാകുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ഫാദർ തന്നെ അത് വിശദീകരിക്കും. ആന്റണി വടക്കേക്കരയിലേക്ക് വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് പറയുന്നതോടൊപ്പം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ആരംഭിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിലാപയാത്ര അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള സെയിൻറ്റ് മേരി മജോറെ ബസിലിക്ക ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 4 കിലോമീറ്ററോളം ദൂരം താണ്ടിയാണ് ഈ ജനസഞ്ചയത്തിനിടയിലൂടെ വത്തിക്കാൻ്റെ തെരുവുകളിൽ നിന്നും വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന് പുറത്ത് ഇറ്റലിയുടെ റോമ നഗരത്തിന് നടുവിലൂടെ മേരി മജോറെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ദേവാലയത്തിനകത്ത് ഒരു പ്രത്യേകത ഞാൻ സൂചിപ്പിക്കട്ടെ. കേവലം 50ഓളം പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കാൻ 50 പേർക്ക് മാത്രമാണ് അവസരം നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം അതായിരുന്നു, ലളിതമായ സ്വകാര്യമായ ഒരു ചടങ്ങ്. രണ്ടാമതായി സുരക്ഷാ ക്രമീകരണങ്ങളെ മുൻനിർത്തി കൂടിയാണ് ഇപ്രകാരം ഒരു ക്രമീകരണം 50 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ജനക്കൂട്ടം നമ്മൾ കണ്ടു. വത്തിക്കാൻ ചത്തുരത്തിലും അതുപോലെ ആ വഴികളിലൊക്കെയും ഏകദേശം 3 ലക്ഷത്തോളം പേർ ഇന്ന് വത്തിക്കാനിൽ ഈ ചടങ്ങുകളിൽ സംബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുക. ഈ 50 പേർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് സെയിൻറ്റ് മേരി മജോറെ ദേവാലയത്തിനകത്ത് ബസിലിക്കകത്ത് തറയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കല്ലറയ്ക്കകത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇറക്കി വെക്കുന്ന ആ അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കേവലം 50 പേരെന്ന് പറയുമ്പോൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം ലോകത്തെ അറിയിച്ച കാമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരൽ, കർദിനാളന്മാരായ ജോവാനി ബാപ്റ്റിസ്ത റേ, കർദിനാൾ റോജർ മഹോണി, ഡൊമിനിക് മാംബർത്തി, പിയത്രോ പരോളിൻ, ബാൽഡോ റെയ്ന, കോൺറാഡ് ക്രയോസ്കി, ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പൊഞ്ഞാപ്പാറ എന്നിവരെ കൂടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിമാരായി ശുശ്രൂഷ ചെയ്തിരുന്നവരും, അതുപോലെ തന്നെ മേരി മജോറെ ദേവാലയം എന്നറിയപ്പെടുന്ന വലിയ പള്ളിയിലെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ സ്റ്റനിസ്ലാവ് റിൽക്കോ, അദ്ദേഹത്തോടൊപ്പം കർദിനാൾ റൊളാന്തസ് മക്രിക്കാസ്, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ എന്നിവരാണ് വൈദിക സമൂഹത്തിൽ നിന്നും മേരി മജോറെ ബസിലിക്കയിലെ കബറടക്ക ശുശ്രൂഷകളിൽ സംബന്ധിക്കുക. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സ് മസിലോ മിലിയോ സ്ട്രപ്പേത്തി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നേഴ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്തത്. അവരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അടക്ക ശുശ്രൂഷയിൽ സെയിൻറ്റ് മേരി മജോറെ ബസിലിക്കയുടെ അകത്തുണ്ട്. മാർപ്പാപ്പയുടെ അർജന്റീനയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം, ലാറ്റിൻ അമേരിക്കയിലെ അർജന്റീനയിൽ നിന്നുള്ള മാർപ്പാപ്പ, ബ്യൂണസ് അയേഴ്സിൽ നിന്നുള്ള മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളായി അർജന്റീനയിൽ നിന്നും എത്തിയിരിക്കുന്ന ഏതാനും ചിലരും, ഒപ്പം തന്നെയും ഇറ്റലിയിലെ പിയോമൊന്തയിൽ നിന്നുള്ള ബർഗോളിയോ കുടുംബാംഗങ്ങൾ. ജോർജ് ബർഗോളിയോ എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആകുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പേര് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ബർഗോളിയോ കുടുംബാംഗങ്ങളിൽ ഏതാനും ചിലരും മാത്രമാണ് ഈ 50 പേരടങ്ങുന്ന ഖബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്രകാരം നമ്മൾ വത്തിക്കാൻ ക്വയറിൻ്റെ അതിമനോഹരമായ ഗീത ആലാപനമാണ് കാണുന്നത്. ഖബറടക്ക ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരമടങ്ങുന്ന പേടകം മരിയ മജോറെ ബസിലിക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ മാർപ്പാപ്പ നിത്യതയിലേക്ക് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. വളരെ പ്രത്യേകതയുള്ളതും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതുമായ ചടങ്ങുകളാണ് മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകൾ. സാധാരണഗതിയിൽ മാർപ്പാപ്പ കാലം ചെയ്താൽ വത്തിക്കാൻ ഒരു നിശ്ചിത പ്രോട്ടോകോൾ പാലിക്കുന്നു എന്നാണ് പറയുക. അതെന്താണെന്ന് ചോദിച്ചാൽ, മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകൾ ലളിതമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും 2024 ഡിസംബർ 20 ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പുതിയ ക്രമമനുസരിച്ച് പരമ്പരാഗതമായ പല കാര്യങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലേതാനും ചില കാര്യങ്ങൾ മാത്രം ഇന്ന് ഈ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങൽ വിശുദ്ധ കുർബാനയിലും പൊതുദർശനത്തിലും അതുപോലെ തന്നെയുള്ള വിലാപയാത്രയിലുമൊക്കെ പങ്കെടുത്ത് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, സിങ്ക് ലൈനിങ് ഉള്ള മരത്തിൻ്റെ ശവപ്പെട്ടിയിൽ അടക്കണമെന്ന് മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മരപ്പെട്ടിക്കകത്ത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് മാർപ്പാപ്പയുടെ ശവമഞ്ചം എങ്ങനെയായിരുന്നു എന്നുള്ളത്.